മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ ഇഡിയും ചോദ്യം ചെയ്തേക്കും. വീണ അനധികൃതമായി പണം കൈപ്പറ്റിയെന്ന കണ്ടെത്തലിൽ SFIOയിൽ നിന്ന് ഇഡി റിപ്പോർട്ട് തേടും. ഇതിനുശേഷം ECIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനാണ് നീക്കം. വിശദാംശങ്ങളുമായി ജിജീഷ് കർണാകരനൊപ്പം ചേരുന്നു. ജിജീഷ്, ഈ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ അഴിയാക്കുരുക്കിലേക്ക് കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെ അന്വേഷണം നേരത്തെ തന്നെ കഴിഞ്ഞ മാർച്ചിലാണ് ഇതുമായി ബന്ധപ്പെട്ട ECIR അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തത്. ഒരു കേസിൽ ഒരിക്കലാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ECIR രജിസ്റ്റർ ചെയ്യുക എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത്. ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് തന്നെയാണ് ഇപ്പോൾ കടക്കാനൊരുങ്ങുന്നത്. പ്രത്യേകിച്ച് നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തിരുന്നു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനായിരുന്നു അവരെ വിധേയരാക്കിയത്. ഒരു പകലും ഒരു രാത്രിയും നീണ്ട ചോദ്യം ചെയ്യൽ അന്വേഷണ സംഘം പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷം പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് CMRL ഉടമയെയും ചോദ്യം ചെയ്തു. ശശിധരൻ കർത്തയെയും മണിക്കൂറുകൾ ആലുവയിലെ വീട്ടിലെത്തി ചോദ്യം ചെയ്തു. നിരവധി രേഖകൾ അവിടെ പിടിച്ചെടുത്തിരുന്നു. കമ്പ്യൂട്ടർ രേഖകൾ അടക്കമായിരുന്നു അന്വേഷണ സംഘം അന്ന് പിടിച്ചെടുത്തത്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ കേസിൽ വീണയെ കൂടി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം നീങ്ങുന്നത്. കാരണം SFIO രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട നിരവധി രേഖകൾ ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ രേഖകൾ കൂടി പരിശോധിച്ചതിന് ശേഷം വീണയെ കൊച്ചി ഓഫീസിലോ ഡൽഹി ഓഫീസിലോ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയായിരുന്നു കേസിൽ SFIO നേരത്തെ ശേഖരിച്ചിട്ടുണ്ടായിരുന്നത്. അതേ വിവരങ്ങൾ കൂടി പരിശോധിച്ച് തുടർ നടപടികളിലേക്ക് കടക്കും. മാത്രമല്ല, നേരത്തെ ഡിജിറ്റൽ രേഖകൾ പരിശോധിച്ചപ്പോൾ നിരവധി തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. മാത്രമല്ല, ഈ കേസിൽ ഒരു CBI അന്വേഷണത്തിന്റെ സാധ്യത കൂടിയാണ് ഇപ്പോൾ തെളിയുന്നത്. പ്രത്യേകിച്ച് പൊതുപ്രവർത്തകരുടെ അഴിമതി നിരോധന നിയമത്തിൽ ബാധകമാകുന്ന തരത്തിലാണ് അന്വേഷണം നീങ്ങുക. മുഖ്യമന്ത്രിയുടെ മകളാണ് ആരോപണ വിധേയമായിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ പൊതുപ്രവർത്തകരുടെ അഴിമതിയുടെ പരിധിയിൽ ഈ കേസ് വരും എന്നതിനാൽ CBI അന്വേഷണത്തിനുള്ള സാധ്യത ഉണ്ട്. എന്നാൽ ഇതിൽ ഹൈക്കോടതി അടക്കമുള്ള ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട്. കാരണം സംസ്ഥാന സർക്കാരാണ് കേസിൽ CBI അന്വേഷണത്തിനുള്ള ഒരു നിർദ്ദേശം നൽകേണ്ടത്. സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിൽ നിന്ന് അത്തരമൊരു അന്വേഷണ സാധ്യതയോ അല്ലെങ്കിൽ അന്വേഷണത്തിനുള്ള നിർദ്ദേശമോ ഉണ്ടാകില്ല എന്നതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ കോടതിയിലേക്ക് എത്തുന്നത് അനുസരിച്ച് തുടർ നടപടികളിലേക്ക് CBIയും കടക്കും. അങ്ങനെ വിവിധ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ കേസ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. മാത്രമല്ല, SFIOയിൽ നിന്ന് ശേഖരിക്കുന്ന രേഖകൾ അത് പരിശോധിക്കുന്നതോടുകൂടി തന്നെ കൂടുതൽ ശക്തമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയും ചെയ്യും. നേരത്തെ 6 ഉദ്യോഗസ്ഥരെ CMRL ചോദ്യം ചെയ്തിരുന്നു. ഈ ഉദ്യോഗസ്ഥർ നൽകിയ ഒരു മൊഴി എന്ന് പറയുന്നത് പല ആളുകൾക്കായി പണം നൽകിയിട്ടുണ്ട്. 182 കോടി രൂപയാണ് CMRL വകമാറ്റിയത് എന്നായിരുന്നു അവർ അന്ന് നൽകിയിരിക്കുന്ന ആ മൊഴി എന്ന് പറയുന്നത്. എന്നാൽ ഇത് പ്രകാരം നൽകിയിരിക്കുന്ന പണം രാഷ്ട്രീയ പ്രവർത്തകർക്കടക്കം മാസപ്പടിയായി നൽകി എന്നുകൂടി അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുക. ശരി, മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ ഇഡിയും ചോദ്യം ചെയ്തേക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു